ഇടക്കാല ജാമ്യത്തിലൊക്കെ കോൺഗ്രസ് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഡൽഹി മദ്യനയ അഴിമതി കേസിലെ നിരപരാധിയാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ എന്ന ഒരു രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിനുണ്ടോ? അല്ല ശ്രീ ഒരു മിനിറ്റ്, ഞാൻ ശ്രീ അനിൽ ബോസിനോടായിരുന്നു ചോദിച്ചത്. മാഡം ഇപ്പോൾ വരാം. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഓരോ വിഷയങ്ങളെയും വ്യത്യസ്ത തലത്തിൽ നോക്കിക്കാണണം. അരവിന്ദ് കെജ്രിവാളിനെതിരെ ആക്ഷേപം ഉള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പരാതി കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗോപികൃഷ്ണൻ, ഒരാൾക്കെതിരെ ആക്ഷേപം ഉണ്ടാകുന്നതും ഒരു ഭരണാധികാരികൾക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ വ്യക്തിയോ പരാതി കൊടുക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. അത് സമയബന്ധിതമായി അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തി അതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, ഏജൻസികളാണ്. അതിനും നമുക്ക് തർക്കമില്ല. ആ നടപടികളിലല്ല തർക്കം. ഇവിടെ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു? അദ്ദേഹം കുറ്റം ചെയ്തില്ല എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞോ? അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞോ? ഇല്ല. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താ? ഒരു പരാതി ഉയർന്നു, പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കേണ്ട സമയത്ത് ഏജൻസികൾ അന്വേഷിച്ചോ? ഇല്ല. ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്തോ? ഇല്ല. എന്തുകൊണ്ട് മുൻകൈ എടുത്തില്ല? ആ കാലഘട്ടങ്ങളിൽ പരാതി ഉയർന്ന സന്ദർഭങ്ങളിൽ ഗവൺമെൻറ് എന്തുകൊണ്ടത് മൂടിവെച്ചു? കൃത്യമായി അത് അന്വേഷിച്ച് അതിൽ കഴമ്പുണ്ടോ എന്ന് കണ്ടെത്തി മാതൃകാപരമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്തില്ല? അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇത് രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മളതിനെ ചലഞ്ച് ചെയ്യുന്നത്. ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ ഗോപികൃഷ്ണൻ. അപ്പം നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേസിൻ്റെ ഗതിവിഗതികൾ അന്വേഷിക്കേണ്ട ഏജൻസികൾ അന്വേഷിക്കട്ടെ. ഒരു പരാതി കിട്ടിയാൽ അന്വേഷിക്കണം. അത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വന്നാലും അന്വേഷിക്കണം. പക്ഷേ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ആം ആദ്മി പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ അജിത് പവാറിൻ്റെ കേസിൽ, അശോക് ചവാൻ്റെ കേസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ മഹാൻ്റെ പേരിൽ ആ നിലയിലാവരുത്. രാഷ്ട്രീയ എതിരാളികൾ എന്നുള്ള നിലയിൽ മാത്രം വേട്ടയാടരുത്. ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ പിൻബലത്തിൽ നടപടികൾ സ്വീകരിക്കട്ടെ. മറിച്ച് പരാതികൾ ഉണ്ടാക്കുകയും ആ പരാതികൾ വന്നതിന് ശേഷം ഇല്ലാത്ത കേസുകൾ എടുക്കുകയും ചെയ്ത് തങ്ങളുടെ പാർട്ടിയിൽ അംഗത്വം അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിക്കോ ഗവൺമെൻറ്റോ പിൻബലം നൽകിയാൽ തേച്ച് കളയാവുന്ന നിലയിലേക്ക് പോകുന്ന സമീപനങ്ങളെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. വളരെ കൃത്യമാണ്. ആം ആദ്മി പാർട്ടി ഞങ്ങളുമായിട്ട് സഖ്യമുണ്ടോ സഖ്യം ഇല്ല എന്നുള്ളതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ വിഷയമല്ലെന്നേ. ഞങ്ങൾക്ക് വ്യത്യസ്തമായ പല കാര്യങ്ങളും അഭിപ്രായമുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ സമീപനങ്ങളോട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. അപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരു മുന്നണിയിൽ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടാവും, ഞങ്ങളോടും ഉണ്ടാവും. അത് രാഷ്ട്രീയമല്ലേ. ഞങ്ങളുടെ മുന്നണിയിൽ 10-26 പാർട്ടികളുണ്ടെങ്കിൽ ആ പാർട്ടികൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത പ്രത്യയശാസ്ത്രവും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് ഓരോ വിഷയത്തിലും സമീപനത്തിലും. അതിലൊന്നും നമുക്ക് തർക്കമില്ല ഗോപി. ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്താ? കേരളത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും BJP വേട്ടയാടിയിട്ടുള്ള, BJP ആരോപണം ഉന്നയിച്ചിട്ടുള്ള നേതാക്കൾ BJPയിൽ ചേരുമ്പോൾ എങ്ങനെയാണ് അവരെല്ലാം നല്ല നടപ്പുകാരായി മാറുന്നത്? അവർക്കെതിരെ കേസില്ലാതാകുന്നത്? അവരിൽ പലരും എങ്ങനെയാണ് കേന്ദ്രമന്ത്രിയാകുന്നത്? അവരിൽ പലരും എങ്ങനെയാണ് മുഖ്യമന്ത്രിയാകുന്നത്? അത് ചലഞ്ച് ചെയ്യപ്പെടണ്ടേ? ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെതിരെ എനിക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ ഞാൻ പരാതി കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി പരാതി കൊടുക്കും, അല്ലെങ്കിൽ പരാതി കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മുന്നണി നോക്കിയല്ല, ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അത് അന്വേഷിക്കട്ടെന്നേ, അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിൻ്റെ സെക്ഷൻ 19 ചലഞ്ച് ചെയ്തിരിക്കുന്ന കോടതി മുമ്പാകെ. ഏതൊക്കെ സാഹചര്യത്തിൽ അറസ്റ്റ് ആവാം, അതാണ് ചലഞ്ച് ചെയ്യപ്പെടുന്നത്. അതിനെക്കുറിച്ച് നല്ലൊരു ഡിബേറ്റ് നടക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, ഒരു നിയമ വിഷയമാണ്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന വരാൻ പോകുന്ന വിധിയാണ് ഈ 3 അംഗ ബെഞ്ചിൻ്റെ പരിശോധനയിൽ ഉണ്ടാകാൻ പോകുന്നത്. അതിനെ ആ തലത്തിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിൽ കേസെടുത്ത് ED വിട്ട് നോട്ടീസ് അയപ്പിച്ച് ചോദ്യം ചെയ്യിപ്പിച്ച് അവരെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന സമീപനം ശരിയാണോ തെറ്റാണോ? രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അത് ശരിയായ റൂട്ടിലാണോ? ഇതുപോലെയുള്ള അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നതാണല്ലോ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അകത്ത് കിടക്കുന്നത് ഡൽഹിയിലെ മുഖ്യമന്ത്രി ആണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് രാഷ്ട്രീയ വിഷയം തന്നെയാണ്. വഴി നടക്കട്ടെ. പക്ഷെ പരാതിയിൽ കാമ്പില്ലാത്ത കാര്യങ്ങൾ, പരാതിക്ക് പിൻബലമേകുന്ന ഒരു വസ്തുതയുമില്ല എന്നിരിക്കെ ഇന്ന് ഈ ദിവസം വരെ EDക്ക് അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ?
ED-ക്ക് കോടതിയിൽ ഏതെങ്കിലും തലത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അരവിന്ദ് കെജ്രിവാൾ കുറ്റം ചെയ്തു, അതിന് ഇന്ന തെളിവുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇതുവരെ? അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ അറസ്റ്റ് അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, ആ കേസാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, അതിൻ്റെ കണ്ടന്റാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന അറസ്റ്റ് ചെയ്ത നടപടിക്രമങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ആ കേസിലെ ജാമ്യമല്ല, ആ കേസിൽ പ്രതിയാണോ എന്നുള്ളതല്ല, ആ കുറ്റം നടന്നിട്ടുണ്ടോ എന്നുള്ളതല്ല ഇപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അറസ്റ്റിന് പിൻബലമേകി എന്ന് പറയുന്ന ED-യുടെ കണ്ടെത്തലുകൾ ശരിയാണോ അല്ലയോ, അതിനവർ ചട്ടം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ഒരു രാഷ്ട്രീയ നേതാവിനെ മനഃപൂർവ്വമായി വേട്ടയാടുകയല്ലേ എന്ന സന്ദേഹമാണ് കോടതി മുമ്പാകെ വന്നിട്ടുള്ളത്. അതാണ് കോടതി പരിശോധിക്കുന്നത്. അത് മുന്നോട്ടും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ഏതൊരു രാഷ്ട്രീയ നേതാവിനെതിരെയും കാലാകാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരുകൾ ഇത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള വലിയൊരു നിയമം, അതിൻ്റെ ഒരു നിർമ്മാണം, അതിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതിൻ്റെ ഡിബേറ്റാണ് നടക്കുന്നത്. അതിനെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലെ വോട്ടിൽ ജയിച്ചു തോറ്റു എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പിൻബലം അനുസരിച്ചാണെങ്കിൽ നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെ മൂന്നാമത് ഇപ്പോൾ മുന്നണി സംവിധാനത്തിലാണെങ്കിലും അധികാരത്തിൽ വന്നപ്പോൾ അവരെല്ലാം ചെയ്ത പ്രവൃത്തിയെല്ലാം നല്ലതാണെന്ന് അംഗീകരിച്ചു കൊടുത്തോ? ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തോ? കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ അവർ ചെയ്ത കൊള്ളയും കൊള്ളരുതായ്മയും എല്ലാം രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണോ ഗോപികൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേറെ, കേസും അനുബന്ധ കാര്യങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും വേറെ. ആ നിലയിൽ തന്നെ അതിനെ കാണണം. വെറുമൊരു ആരോപണമല്ല. ശരി, ഒരു പരാതി രേഖാമൂലം ഉണ്ടായാൽ അത് ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരും. ശരി.